ഹലോ, വെൽക്കം ഓൾ. ഞങ്ങളിപ്പോൾ മുല്ലയനഗിരിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മുല്ലയനഗിരി, ദ ഹയസ്റ്റ് പീക്ക് ഇൻ കർണാടക. ചിക്കമംഗളൂരിൽ വന്നാൽ തീർച്ചയായും കാണേണ്ട ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെ യാത്ര ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ഹെയർ പിൻ ബെൻസ് ഉണ്ട്. പിന്നെ മുല്ലയനഗിരിയിലെത്തേണ്ട ഈ വഴിയൊക്കെ അതിൻ്റെ ഭംഗി അതും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് 10:30 ചെക്കൗട്ട് ചെയ്തിട്ട് ആദ്യം പോകുന്നത് മുല്ലയനഗിരിക്ക് തന്നെയാണ് കേട്ടോ. നല്ല മഞ്ഞാണ്. പിന്നെ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടേക്ക് തന്നെ പോവാന്ന് വെച്ചു. മഞ്ഞ് കണ്ടില്ലേ? ശരിക്കും ഒന്നും അത്ര വിസിബിൾ ഒന്നും അല്ല കേട്ടോ. മേലെത്താറായിട്ടോ. ഇനി അധികം ഒന്നുമില്ല. കുറേ പേര് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് ഇവിടുന്ന് നടന്ന് കയറുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഓരോരുത്തർ കാറ് പാർക്ക് ചെയ്തിട്ടേക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മേലെ വരെ കാറിൽ പോവുക എന്നുള്ളതും കാറ് പാർക്ക് ചെയ്യുക എന്നുള്ളതും വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കല്ലേ. അങ്ങനെ നമ്മളിവിടെ എത്തി. ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല മഞ്ഞും തണുത്ത കാറ്റും ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്കൊരു 500-550 സ്റ്റെപ്സ് കയറാനുണ്ട്. ഇത് കയറുന്നതാണ് കുറച്ച് പണി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മേലെ എത്തിയിട്ടോ. മേലെ എന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. മേഘങ്ങളും കോടമഞ്ഞും. ഇതിൻ്റെ മേലെ ഒരു അമ്പലം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കയറുന്നത്. അവിടുത്തെ വ്യൂ കൂടെ കാണാം.
തിരിച്ചിറങ്ങുകയാണ്. ഇതിൻ്റെ മേലേക്ക് കയറാനായിരുന്നു കേട്ടോ ബുദ്ധിമുട്ട്. ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോവാം. അങ്ങനെ ഞങ്ങൾ താഴെത്തി സ്നാക്സൊക്കെ കഴിച്ചു, ഇളനീരൊക്കെ കുടിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് സീതാലയനഗിരി. അവിടെ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല ക്രൗഡാണ്. പിന്നെ മുല്ലയനഗിരി കയറിയതിൻ്റെ ക്ഷീണമുണ്ട്. ശരിക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതിനി അടുത്ത തവണ ചിക്കമംഗളൂരിൽ വരുമ്പോൾ കാണണം എന്ന ആഗ്രഹത്തോടെ ഈ യാത്ര ഇവിടെ തീരുന്നു. ചിക്കമംഗളൂരിലെ ഡേ 1 വീഡിയോയും പിന്നെ റിസോർട്ട് വീഡിയോയിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല യാത്രകളുമായി കാണാം. ബൈ.